यानी सवारी कितनी થઈ ગઈ എയർ ഇന്ത്യ 171 എന്ന ലണ്ടനിലേക്ക് പുറപ്പെടുന്ന വിമാനം ജൂൺ 12-ാം തീയതി ഉച്ചയ്ക്ക് 38-ന് അഹമ്മദാബാദ് റൺവേയിൽ നിന്നും പറന്നുയരാനുള്ള ടേക്ക് ഓഫ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനിടയിൽ അപ്രതീക്ഷിതമായി വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് അങ്ങ് ഓഫായി പോവുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായി തന്നെ വീണ്ടും ഈ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓണാക്കുന്നു. പിന്നാലെ ഒന്നാമത്തെ എഞ്ചിൻ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്ന ചില സൂചനകളൊക്കെ നൽകി. അതേസമയം രണ്ടാമത്തെ എഞ്ചിൻ അത് പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനരഹിതം തന്നെയാണ്. അതിനിടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ കോക്പിറ്റിനകത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചിൻ്റെ ഓഫാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ആശയക്കുഴപ്പം. സഹ പൈലറ്റിനോട് ചോദിക്കുന്നു എന്തിന് ആ സ്വിച്ച് ഓഫാക്കി എന്ന്. ഞാനത് ഓഫാക്കിയിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു പൈലറ്റിന് നൽകിയതും. വീണ്ടും ഈ വിമാനം പറന്നുയരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് രണ്ട് പൈലറ്റും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷേ എല്ലാം വിഫലമായി. വിമാനം ഒടുവിൽ 1:40-41 താഴേക്ക് പതിക്കുന്നൊരവസ്ഥയിലാണ്. അതിന് തൊട്ട് മുൻപ് തന്നെയാണ് ഈ ATC ടവറിലേക്ക് അപായ സിഗ്നൽ മെയ്ഡേ എന്നുള്ള ആ അപായ സിഗ്നൽ നൽകിയിരിക്കുന്നതും വിമാനം പിന്നാലെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തത്. 3 പ്രധാന സംശയങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത്. അത് തന്നെയാണ് അന്വേഷണ പരിധിയിൽ ഏറ്റവും അധികമുള്ളതും. ഒന്ന്, ഒരു ഇലക്ട്രോണിക് ഫെയിലിയർ അഥവാ ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ഫെയിലിയർ ആയിരിക്കാം, പിഴവായിരിക്കാം ഈ സ്വിച്ചുകൾ ഓഫാകാനുള്ള കാരണം, ഇന്ധനത്തിൻ്റെ ആ ഒരു ഫ്ലോ ഒഴുക്ക് നിലയ്ക്കാനുള്ള കാരണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തേത് ഈ 787 എന്ന് പറയുന്ന ബോയിങ്ങിൻ്റെ വിമാനത്തിൻ്റെ കോക്പിറ്റ് അതിലുണ്ടായിട്ടുള്ള ഡിസൈനിങ്ങിലെ പിഴവുകളാണ് എന്നുള്ളൊരു സംശയം കൂടി, ആ ഒരു നിഗമനം കൂടി നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഈ പറയുന്ന ഇന്ധന നിയന്ത്രണ സ്വിച്ച്, ആ സ്വിച്ചിൻ്റെ അറ്റകുറ്റപ്പണികളോ സർവീസിങ്ങോ നടത്തിയപ്പോൾ അതിലുണ്ടായിട്ടുള്ള പിഴവുമാകാം ഒരു പക്ഷേ ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ പരിധിയിലുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഓഫാക്കിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് അത് ഓഫായി പോയത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ അന്തിമ റിപ്പോർട്ട് വരണം. അതിനിനിയും മാസങ്ങൾ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ.